ഹലോ കൂട്ടുകാരെ, ഇന്ന് രാവിലെ 8 മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസത്തെ ചോറൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇച്ചിരി പയറിട്ട് കഞ്ഞിയാക്കി എടുത്തു. ജോക്കൂട്ടിന് പനിയാണ് കേട്ടോ, ചുമയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ 2 ദിവസമായിട്ട് വിട്ടിട്ടില്ല. അപ്പൊ ഉറങ്ങാണ്, ഇവിടെ എണ്ണീറ്റിട്ടില്ല. അന്നക്കുട്ടി മാത്രം സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. അപ്പൊ എന്റെ അടുക്കളയിലെ ജോലിയൊക്കെ ഒതുങ്ങി ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ഒന്ന് വന്നതാണ്. ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ അവൻ എഴുന്നേൽക്കുന്നില്ല. അവന് നല്ല മൂക്കെടുപ്പുണ്ട് കേട്ടോ, രാത്രി ആവുമ്പോഴത്തേനും. പിന്നെ പനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് എണീപ്പിക്കാൻ നോക്കിയതാണ്. അപ്പൊ ഇല്ലമ്മ വയ്യമ്മ എന്ന് പറഞ്ഞ് ചിണുങ്ങിയപ്പോൾ ഞാൻ അവിടെ തന്നെ കിടന്നോടാന്ന് പറഞ്ഞ് ഞാൻ കിടത്തിയിട്ട് പോന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ആൾക്ക്. ഇപ്പോൾ വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം ഞാൻ രാവിലെ പനി ആയതുകൊണ്ടും പിന്നെ തലേ ദിവസം അങ്ങനെ ഭക്ഷണം എല്ലാവരും ഒന്നും കഴിച്ചില്ല. ഇവനിങ്ങനെ പനി ആയതുകൊണ്ട് നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തുണിരപ്പത്തേനും അവൻ ഉഷാറായിട്ടോ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചോറ് ഞാൻ കുറച്ച് പയറും കൂടിയിട്ട് വേവിച്ച് കഞ്ഞിയും പയറും ആക്കി എടുത്തിട്ടുണ്ട്. കടല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, തക്കാളി താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടി പിന്നെ തലേ ദിവസം ഇച്ചിരി കോളം മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കുട്ടി കറികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അത് വെച്ച് രാവിലെ കഞ്ഞിയായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ രാവിലത്തെ കഞ്ഞിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോഡ് പാത്രം ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ മോളെ ഏട്ടാ സ്കൂളിൽ കൊണ്ടുപോയി കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോയപ്പോഴത്തേനും ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. അടുക്കളയിൽ രാവിലത്തെ ഒരു ഒതുക്കലുണ്ടല്ലോ, അപ്പം അതൊക്കെ അങ്ങോട്ട് കഴിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ 2 ദിവസമായിട്ട് പുറത്ത് അടുപ്പത്താണ് കേട്ടോ ചോറും കറികളൊക്കെ വെക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ മീൻചട്ടി കഴുകിയപ്പോഴത്തേനും ഒരു കരി ഇങ്ങനെ കയ്യിലായി. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. വിറകടുപ്പിൽ മീൻകറിയൊക്കെ വെക്കാൻ നിറച്ച് അടിപൊളിയാണ്. അപ്പോൾ ഒരു കുട്ടി എന്നോട് കമൻറ്റ് ചെയ്തിരുന്നു, മൺചട്ടിയിൽ ചോറ് വെക്കണം, മൺകലത്തിൽ ചോറ് വെക്കണം. പക്ഷെ മൺകലത്തിൽ ചോറ് വെച്ച് എങ്ങനെയാണ് വാർക്കുക? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പൊട്ടി എങ്ങാനും പോയി എന്ത് ചെയ്യും വാർക്കുന്ന നേരത്തൊക്കെ? അപ്പം എനിക്ക് അതാ പേടി. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ദിവസം മൺകലം മേടിച്ചിട്ടൊന്ന് ചോറ് വെച്ച് നോക്കട്ടെ. മറ്റേ രീതിയിൽ വാർത്തെടുക്കാലോ, ഊറ്റിയെടുക്കാലോ ഊറ്റുകയിലും കൊണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ദിവസം ഞാൻ ഒന്ന് മേടിച്ച് നോക്കട്ടെ. ഇനി ഏതെങ്കിലും അടുത്ത പള്ളിപ്പെരുന്നാൾ വന്നെ എനിക്ക് മൺചട്ടിയും മൺകലവും ഒക്കെ മേടിക്കണമെങ്കിൽ. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടാണ്. ഇപ്പോൾ അടപ്പത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാക്കിൽ എന്താണെന്നല്ലേ സ്ലേറ്റ്, ചാക്കിൽ സ്ലേറ്റ് ഒന്ന് ചോദിക്കേണ്ട ഏട്ടൻ. ഇന്നലെ നമ്മുടെ പലചരക്ക് സാധനങ്ങളൊക്കെ തീർന്നു വരികയാണ്, മാസാവസാനമായി വരികയാണല്ലോ. അപ്പോൾ എല്ലാ കുടുംബത്തിലുള്ള പോലെ തന്നെ ഇച്ചിരി വലിച്ചിലും ബുദ്ധിമുട്ടൊക്കെ നമുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ റെഡി ആയിക്കോളും. അപ്പോൾ അവൻ്റെ സ്ലേറ്റ് അവൻ്റെ തലയിലൊക്കെ എടുത്ത് വെക്കും. ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ അയ്യോ കാണിക്കുമ്പോഴത്തേനും എണ്ണയാവും, കയ്യിൽ എണ്ണയാവും. അപ്പം ഡ്രസ്സേൽ ഇതൊക്കെ ആകുമ്പോഴത്തേനും ആ സ്ലേറ്റിൽ എഴുതിയിട്ടങ്ങ് തെളിയുന്നില്ല. അപ്പൊ ഏട്ടൻ അവന് വലിയൊരു സ്ലേറ്റ് മേടിച്ചു കൊണ്ടുവന്നതാണ്. ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും മേടിക്കണ്ട, എന്നാലും കുറച്ച് സാധനങ്ങൾ നടയിൽ കത്തിക്കാനുള്ള തിരി, പാത്രം തേക്കാനുള്ള സോപ്പ്, അതൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് ഏട്ടാ. ഉപ്പ്, പിന്നെ പഞ്ചസാര, തേങ്ങയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അപ്പം മേടിച്ചിട്ട് വന്നതാണ്. വെളിച്ചെണ്ണ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ ആക്കുകയാണ്. അപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ, പ്രത്യേകിച്ച് ഇടത്തരക്കാർ. നമ്മൾ ഒത്തിരി രൂപയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, അന്നേപ്പം കൊണ്ട് ജീവിക്കുന്നവരാണ്. മാസാവസാനം സാലറി കിട്ടുമ്പോൾ മാസാദ്യം സാലറി കിട്ടുമ്പോൾ അതുകൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നതാണ്. 10,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 15,000 രൂപയുടെ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ്, ഞാൻ പൈസയുടെ കണക്ക് പറയണതല്ല, അങ്ങനെയാണ് നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ. ഇങ്ങനെ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കും, തൊട്ട് ഈ മാസത്തിന്റെ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടുകയെന്ന്. നമ്മൾ ഈ ആ ഒരു ലൈഫിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഈ 2 അറ്റം ഇങ്ങനെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടുന്ന പാടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ ശരിയാവും. അതൊക്കെ ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ സെറ്റാവും. അപ്പോൾ ഇത് നമ്മുടെ അടുക്കളപ്പുറത്ത് ഒരു ചെമ്മിയപ്പുള്ളി മരം നിപ്പുണ്ടല്ലോ, അതിങ്ങനെ അടിമുതൽ മുകൾ വരെ ഇങ്ങനെ പൂത്തും കായ്ച്ചും ഒക്കെ നിൽക്കുകയാണ്. അപ്പം അതൊരു 2-3 വട്ടം പറിച്ചെടുക്കാനുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ജോക്കുട്ടനായിട്ട് വന്നു. ഏട്ടൻ അന്നക്കുട്ടിനാക്കിയപ്പോൾ ഒന്നും ആയോട്ടാ വീഡിയോ എടുക്കാനാണ്, മേളിൽ കയറി പറിക്കണമെങ്കിൽ വേണം, എനിക്ക് ഒറ്റയ്ക്ക് കയറി പറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് വന്ന കേട്ടോ. ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു. ഓഫീസിൽ പോകാൻ നേരമായി ഇരിക്കുന്ന നേരത്താണ് അവൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നലെ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത്. ഏട്ടൻ ഉണ്ടായിരുന്നോണ്ട് എന്നെ 10 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം പറിച്ചെടുത്ത് നമുക്ക് എടുക്കാൻ പറ്റി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എല്ലാം പൂത്ത് കായ്ച്ചിട്ട് പറിക്കാന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വീണു പോകും. ഇതാണെങ്കിൽ നല്ല മുഴുത്ത
പുളിയാ ഉണ്ടാവുന്നത്, വലിയ പുളിയാ. അപ്പം നമുക്കിത് ഇച്ചിരി അച്ചാറിട്ട് വെക്കാം, മീൻകറിയിലിട്ട് വെക്കാം എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ പറിക്കണേ. കണ്ട കുറേയൊക്കെ ആയി വരുന്നേ ഉള്ളൂ, കുറേയൊക്കെ ആയി, കുറേയൊക്കെ താഴെ വീണ് തുടങ്ങി. ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ പൊതോ ഒന്ന് ഒച്ച കേൾക്കുന്നത് വീഴുന്നത്, കാരണം നല്ല വലിപ്പമാണ്. പഴുത്തിട്ട് ഇത് വീഴുമ്പോഴത്തേന് നല്ല സൗണ്ടുമാണ് നമുക്ക്. അപ്പൊ അതൊക്കെ ഞാൻ അത്യാവശ്യം ഞാനും ജോക്കൂട്ടിനും കൂടി പറിച്ചെടുക്കാറ്. പിന്നെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഉണ്ടായിട്ടുണ്ട്. അതിന് മാത്രം അടിയിൽ നിന്ന് ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട്, പൂത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഏട്ടെന്താ ഏണി വെച്ചിട്ട് കയറി മേളിലുള്ളതൊക്കെ പറിക്കുകയാണ്. എനിക്ക് ഏണി കയറി പറിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഒന്നത് എനിക്ക് ഈ ഉയരത്തിലേക്ക് കയറാൻ ഭയങ്കര പേടിയാണ്, എനിക്ക് ഉയരം ഭയങ്കര പേടിയാണ്, വെള്ളത്തിലേക്ക് കൂടുതൽ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേടി. പാമ്പിനെ മുട്ടം പേടിയാണ്, ഓടും ഞാൻ. അയ്യോ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് അത്രയ്ക്ക് പേടിയാണ് ഈ സാധനത്തിന്. ഞാൻ എവിടെയെങ്കിലും പാമ്പിനെ വെറുതെ നിഴൽവട്ടം കണ്ടാൽ മതി, എനിക്ക് അപ്പോൾ പള്ളി പോയി പുണ്യാളുടെ അടുത്ത് നിന്ന് ഇറച്ചിടണം, അല്ലെങ്കിൽ എനിക്ക് ഉറക്കമുണ്ടാവില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ. അതേപോലെ തന്നെ ഉയരം എനിക്ക് ഭയങ്കര പേടിയാവും. എനിക്ക് മേളിലൊക്കെ കയറി ചെയ്യാന്ന് വെച്ചാൽ ഒരു ടെൻഷനാണ് ഉള്ളിൽ. അപ്പോൾ ഏട്ടൻ എന്താ എനിക്ക് പറിച്ചു തന്നു. ഏട്ടൻ വേഗം റെഡിയായി ഓഫീസിൽ പോയി കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഞാനും ജോക്കൂട്ടിനും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അവന് വയ്യാഞ്ഞോണ്ട് ഞാൻ വിട്ടില്ല. അപ്പോൾ ഇതാ കണ്ട ഈ പുളിയുടെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ ഇടുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ശരിക്കും ഇങ്ങനെ കൊലകൊലയാ മുന്തിരിങ്ങ പോലെ കൊലകൊലയാ പുളി ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. നല്ല രസമാണ് കേട്ടോ, കണ്ടോ നോക്കി അതിന്റെ വലിപ്പം കണ്ടോ. അപ്പൊ ഞാൻ അതെടുത്ത് ഇങ്ങനെ വെറുതെ കാതിൽ ഇങ്ങനെ ലോലാക്ക് പോലെ നമ്മൾ വെക്കില്ലേ, പണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, പാടത്തുനിന്നൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ കമ്മൽപ്പൂവില്ല, അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കാതിന്റെ തുളയിൽ കയറ്റി വെച്ചിട്ട് പഴയ കമ്മലാണ് ഇട്ടുകൊണ്ടിരുന്ന സ്വർണത്തിന്റെ കമ്മലിന്റെ പിരിയൊക്കെ കളഞ്ഞ് വീട്ടിൽ വന്നിട്ട് അമ്മേനെ എടുത്തിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ട് പണ്ട്. അയ്യോ ഒന്ന് ഓർക്കണ്ട, അന്നൊന്നും സ്വർണത്തിന്റെ വിലയെന്ന് അറിയില്ലല്ലോ. വീട്ടുകാർ ഈ പൊട്ടും പൊടി ഇങ്ങനെ കൂട്ടി വെച്ച് ഇച്ചിരി പൊന്നു മേടിച്ച് കാതിലിട്ട് തരുമ്പോ പാടത്തുള്ള പൂ പറിച്ച് ചവിട്ടിൽ വെച്ചിട്ട് കമ്മലിന്റെ ശരിക്കും സ്വർണ്ണ കമ്മലിന്റെ അടിവശം കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. അപ്പൊ അമ്മ ഇപ്പോഴും ഓർക്കണ്ട, അമ്മ 2 ദിവസം എന്നെ കാണുമ്പോ അമ്മ അടിക്കുമായിരുന്നു. എവിടെ കൊണ്ടു കളഞ്ഞടി, ഈ പറമ്പിലൊക്കെ പോയി തപ്പി എവിടെ കിട്ടാൻ, ഈ കുഞ്ഞു പിരിയല്ലേ. അപ്പൊ ഞാൻ അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കഥ. എന്നാലും ഓർക്കുമ്പോ ഒരു ഇതല്ലേ അങ്ങനെ. അപ്പൊ ഇപ്പൊ പുളിയെല്ലാം അരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഒരു കാരമുണ്ട്, ഒരു കാരം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു കുത്തല് പുളിയുണ്ട്. അതൊന്ന് കുറച്ച് കുറയട്ടെ എന്ന് കരുതി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് പയ്യെ ചൂടുവെള്ളത്തിലിട്ടെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ചൂടുവെള്ളത്തിലെടുത്തിട്ടില്ല, ഞാൻ സാധാരണ പച്ചവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് അതൊന്ന് പോട്ടെ എന്ന് ഓർക്കുകയാണ്. അപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് ഇന്ന് മീനൊന്നുമില്ല. മീനുണ്ടെങ്കിൽ നമുക്ക് കുറേ പച്ചക്കറിയൊന്നും വേണ്ട, ഒരൊറ്റ മീൻകറിയും 2 എടുത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ കുശാലാണ്. അപ്പം ഞാൻ മീനില്ലാത്തത് കൊണ്ട് ഇന്ന് കറികൾ അധികമാണ്. ഞാൻ നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ട് പച്ചടി വെക്കാം. അപ്പം അത് വേഗം വേണ്ടി ഞാൻ മൺചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും അതേപോലെ 2 പച്ചമുളക്, ഇച്ചിരി മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അവിടെ വേഗം വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനൊരു ദിവസം ഷോർട്സിൽ പച്ചടിയുടെ റെസിപ്പി പച്ചടി ഇങ്ങനെ കാണിച്ചു, റെസിപ്പി പറഞ്ഞില്ല. അപ്പോൾ ഒരു കുട്ടി പോലെ ചേച്ചി ആ റെസിപ്പി അങ്ങോട്ട് പറയുന്നു. അപ്പോൾ കുട്ടി ഇത് കാണണ്ടെങ്കിൽ ഇതാണ് കേട്ടോ പച്ചടിയുടെ റെസിപ്പി. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും പുതുതായിട്ട് അടുക്കളയിൽ കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം മഞ്ഞളും ഉപ്പും പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അതവിടെ വെന്ത് വരുന്ന നേരത്തെ ഞാനിവിടെ നമ്മുടെ ഫ്രിഡ്ജും കാലിയായി വരികയാണ്. അപ്പൊ അതൊക്കെ പച്ചക്കറിയൊക്കെ എടുത്ത് തീർക്കാണ് കേട്ടോ. അപ്പൊ കുറച്ച് ബീൻസും കുറച്ച് അച്ചിങ്ങ ഉണ്ടായിരുന്നു, 2ഉം കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് തോരന് പാകത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് അത് പാതി വേവാകുമ്പോഴത്തേനും, പാതി വേവല്ല 1/4 വേവാകുമ്പോഴത്തേനും തേങ്ങാക്കൂട്ട് ഇടാം. തേങ്ങാക്കൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും ചെയ്യണ പോലെ തന്നെ വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടിയിട്ട് അരച്ചിട്ട് 2 വേപ്പിലയും കൂടി ഇട്ട് അടിപൊളിയാണ് കേട്ടോ. വേപ്പിലയും കൂടിയിട്ട് അരച്ചിട്ട് അതിലേക്ക് ഇടുകയാണ്. ഇത് അവിടെ ഇരുന്ന ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ആയിക്കോട്ടെ, നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറുതെ പീര വാരി ഇട്ട് വെക്കുന്നതിനേലും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കൂടി ഒന്ന് ഒതുക്കിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പീര ചേർത്ത് അതിലേക്ക് ഇടാന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഇരുന്നത് വെന്തോട്ടെ, നമുക്ക് അവസാനം താളിച്ചും കൂടി ഇടണം. അപ്പൊ അപ്പോഴതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു രുചി വരത്തുള്ളൂ. എന്നിട്ട് ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് കടുകും ഒരു കഷ്ണം ഇഞ്ചിയും ബാക്കി പഴയതൊക്കെ തന്നെ, അതായത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അതിൻ്റെ കൂടെ ഇത്തിരി ഇഞ്ചിയും കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് നല്ല വടി അങ്ങോട്ട് അരച്ചെടുക്കുക. പിന്നെ എൻ്റെ മിക്സിക്ക് ഇത്തിരി ബ്ലേഡിന് മൂർച്ച കുറവായതുകൊണ്ട് വടിയല്ല, എന്നാലും ഒരുവിധം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കേണ്ട. ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് പുളിയുള്ള തൈര്, ഭയങ്കര പുളി വേണ്ട കേട്ടോ, ഭയങ്കര പുളി വന്ന കറി അങ്ങോട്ട് മോശമായി പോകും, ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. പുളി മുമ്പിട്ട് നിന്നാൽ പച്ചടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ കടുകിൻ്റെ സ്വാദും പുളിയുടെ സ്വാദും ഒരേപോലെ നിൽക്കണം. കുറച്ച് തൈരും കൂടി ആ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പച്ചടിയും തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുത്ത്, ഇത്തിരി തിളച്ചാലും കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ തിളപ്പിച്ച ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് രണ്ടും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി താളിച്ചും കൂടി ഇടണം. അപ്പം ഞാൻ ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം ഉപയോഗിക്കൂലേ. എന്നോട് വീഡിയോ കണ്ടിട്ട് എൻ്റെ കസിൻസൊക്കെ പറയും എത്ര പ്രാവശ്യമാണ് ഈ അപ്പോ എന്ന് പറയുന്നതെന്ന്. അത് ശീലമായിപ്പോയി. പെട്ടെന്ന് അങ്ങനെ വായിൽ വരും. ഒരിടക്ക് സത്യമായിട്ട് ഇത് തന്നെയായിരുന്നു എൻ്റെ വായിൽ. സത്യമായിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇതിപ്പോൾ മോര് കാച്ചാൻ വേണ്ടി പോവാണ്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ മോര് സ്ഥിരം കാച്ചുന്ന ഒരു ചട്ടിയാണ്. ഒരിടക്ക് ഒരു പാട് പോലെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു പോയി ചട്ടിയുടെ പണി കഴിഞ്ഞു എന്ന് ഓർത്തു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആളിപ്പോഴും നന്നായിട്ട് ഓടുന്നുണ്ട്. അപ്പം അതിൽ ഇച്ചിരി ഉള്ളിയും വേപ്പിലയും കടുകൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുത്ത ശേഷം അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കൊരു ഇച്ചിരി കോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഉപ്പ് ചേർത്താലേ ഉള്ളിയിലൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ അതിങ്ങനെ മൊരിഞ്ഞ ഉള്ളി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ അങ്ങനെ കുറച്ച് ഉള്ളിയും കുറച്ച് ഉപ്പും അതേപോലെ ഇത്തിരി കായവും കൂടി ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ച കൂട്ട് അതിലേക്ക് ഇടുകയാണ്. തേങ്ങ അരച്ച കൂട്ടിട്ടില്ല കേട്ടോ, കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അപ്പോഴാണ് ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടാൻ കളറിന് ഇച്ചിരി മുളക് പൊടി ഇട്ടു. എന്നിട്ട് അറിയാണ്ട് ഞാൻ തേങ്ങാക്കൂട്ടെടുത്ത് ഒഴിച്ചു. മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നുപോയി. എന്നിട്ട് അവസാനം മഞ്ഞൾപ്പൊടി ഞാൻ ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തൊന്ന് കുലുക്കൊഴിഞ്ഞിട്ട് അതിലേക്ക് തിരിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടിയും കുഴപ്പമില്ല, മുളക് പൊടിയും കുഴപ്പമില്ല. അപ്പം ചാറ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഷ്ണങ്ങളൊന്നുമില്ല, എന്നാലും അടിപൊളിയാണ്. ഇത് ചേമ്പിട്ടിട്ട് മോര് ചാറ് വെക്കും കേട്ടോ, വേറെ ലെവലാണ്. ഒരു ദിവസം നമുക്ക് ചെയ്യാം. നമ്മുടെ പുറകിൽ കുറച്ച് കുഞ്ഞു ചേമ്പൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം കഷ്ണമില്ലാത്ത മോരുചാറും അടിപൊളിയാണ്. അപ്പം നമ്മൾ നേരത്തെ കറിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചടിയും തോരനിലേക്ക് നമുക്ക് താളിച്ചിടേണ്ടതാ. ഉള്ളിയൊക്കെ കുറവാണ് കേട്ടോ. മാസാവസാനം നമ്മളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പെണ്ണ്. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ താളിച്ച താളിപ്പൊക്കെ നമ്മുടെ തോരനിലേക്കും നമ്മുടെ പച്ചടിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ പറയണുണ്ടോന്ന് ഓർക്കരുതിട്ട്, നമ്മളൊരു ഫാമിലി ആണല്ലോ. അപ്പം ഞാൻ പൊട്ടത്തരം പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പം ഇതും അങ്ങോട്ട് സഹിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ താളിച്ചതൊക്കെ അങ്ങടേക്ക് ഇട്ട് ഇളക്കി കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അച്ചാറ് റെഡിയാക്കി എടുക്കാം. നമ്മളവിടെ പുളി വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു കാരം പോകാനായിട്ട്, ഭയങ്കര പുളി പോകാനായിട്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഉലുവയ്ക്ക് ഇച്ചിരി അധികം ഇരുന്നാലും വിഷയമൊന്നും ഇല്ല കേട്ടോ. അച്ചാറിന് ഇച്ചിരി കടുക് ഉലുവയ്ക്ക് ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം ഇല്ലേ. നമുക്കങ്ങനെ ഉലുവയുടെ ടേസ്റ്റൊക്കെ ഇല്ലെങ്കിൽ അച്ചാർ എന്തോ അച്ചാറാണ്. പിന്നെ അതിനെ ചമ്മന്തി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് അതിൻ്റെ പതയൊക്കെ ഒന്ന് അടങ്ങി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. വേപ്പില വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ വേപ്പിലയൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, നല്ല മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല കേട്ടോ, ആ ഒരു കളറിൻ്റെ കുറവുണ്ട്. സാധാരണ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് അച്ചാറ് പൊടി ഇട്ടിട്ടുണ്ട്. അച്ചാറ് പൊടി എൻ്റെ ഒരു സമാധാനത്തിനാണ് കേട്ടോ. കായും ഉലുവ ഉണ്ടെങ്കിൽ അവിടെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇച്ചിരി അച്ചാറ് പൊടി എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരേക്കും ഇളക്കി കൊടുക്കുക. കുറച്ച് കായം ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നമ്മുടെ പുളി ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ആ നീല പച്ചക്കറിക്ക് വെള്ളം വാലാൻ വെക്കുന്ന ആ ഒരു പാത്രമില്ലേ, അതിലേക്ക് ഞാൻ പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുളി വെള്ളമൊക്കെ കുറേയൊക്കെ വാർന്ന് പോയിട്ടായിട്ടുണ്ടായിരുന്നു. ഇട്ടപ്പത്തേനും ചട്ടി നിറഞ്ഞു കേട്ടോ. എൻ്റെ ദൈവം, ഇപ്പം ഞാൻ ഓർത്ത് കർത്താവേ പണിയായോ, ഇതിൽ നിന്ന് വേറെ ഇതിലേക്കൊക്കെ ഇനി പകർത്തേണ്ടി വരുമോ എന്ന് ഓർത്തു. പക്ഷെ ഇല്ല കേട്ടോ, ഒന്നും വേണ്ടി വന്നില്ല. അതൊന്ന് ചൂട് തട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല ബൊണ്ടക്കം പുളിയൊക്കെ അങ്ങോട്ട് ചുരുങ്ങി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മാറി. തീരെ കുഞ്ഞെന്നല്ല, എന്നാലും ചട്ടിയിലിട്ട് നമുക്ക് ഇളക്കാൻ പാകത്തിന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും കറണ്ടും പോയി. കാരണം മഴ പെയ്യുന്നുണ്ട് നന്നായിട്ടെന്ന് വെച്ചാൽ പെട്ടെന്നങ്ങ് നന്നായിട്ട് പെയ്യും, പിന്നെ അങ്ങ് നിൽക്കും. ഇടയ്ക്ക് കറണ്ട് പോകും വരും. അപ്പോൾ 1-2 തവണ ഞാൻ ആലോചിച്ചു, ദൈവമേ വീഡിയോ എടുക്കൽ നിർത്തേണ്ടി വരും, ഇത് തന്നെയാണല്ലോ പാടെന്ന് ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു എന്ത് വരട്ടെ, വീഡിയോ അങ്ങോട്ട് എടുക്കാം, ഇരുട്ടത്തെങ്കിൽ ഇരുട്ടത്തെന്ന് കരുതി. പിന്നെ അത് ആലോചിച്ച പിന്നെ കറണ്ടും പോയിട്ടില്ല. അപ്പോൾ ഇപ്പുറത്തെ ബർണറിൽ ഞാൻ ചെമ്മീൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ഉണക്ക ചെമ്മീനും അതേപോലെ ഒരു കഷ്ണം പുളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉണക്കച്ചെമ്മീൻ നല്ല മുരാന്ന് മുരിയണം കേട്ടോ. ആദ്യം ഉണക്കച്ചെമ്മീൻ മുരിച്ചതിന് ശേഷം വേണം. ഇത് കുഞ്ഞു ചെമ്മീനാണ്, തലയൊന്നും കളയണ്ട, അപ്പാടെ തന്നെ. ചമ്മന്തിക്കുള്ള ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കേണ്ടത്. നമുക്കിവിടെ ഒരു അപ്പാപ്പനുണ്ടേ, ആ പുള്ളിക്കാരൻ ഉണക്കമീൻ, ഉണക്ക നന്ദൻ, ഉണക്ക ചെമ്മീൻ ഇതൊക്കെ നമുക്ക് കൊണ്ടുതരും. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ല കിരികിരാന്നാവണം. തേങ്ങ നന്നായിട്ടൊന്നും മൊരിയണ്ട. തേങ്ങയൊക്കെ നമ്മൾ ഒന്നൊന്ന് ചൂട് കയറിയാൽ മതി. നമുക്കത് പിന്നെ അരച്ചെടുക്കാം. അപ്പോൾ
നമുക്ക് പലതരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം. ഒരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നോട് ഒരു കുട്ടി എപ്പോഴും പറയും, ചേച്ചി ഷോപ്പിംഗ് വ്ളോഗ്, അതായത് ഒരു മാസത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്ന സാധനങ്ങളൊക്കെ, അപ്പോൾ ടിന്നുകളൊക്കെ കാലി ആവുമ്പോഴാണ് കറക്റ്റ് ആ മാസാവസാനം നമുക്ക് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുക. സത്യം അങ്ങനെയാണ് എല്ലാ വീടുകളിലും. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഫ്രിഡ്ജൊക്കെ നമുക്ക് മാക്സിമം നമ്മൾ അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തീർക്കും ഇല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ സാധാരണക്കാരിയാണ്, സാധാരണക്കാർക്കുള്ള സകല പ്രശ്നങ്ങളും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതാ നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യണോ വേണ്ടോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്ളോഗ് വേണോ വേണ്ടേന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അധികം ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. എന്നാലും ഞാൻ ഒരു ദിവസം ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യാം മാക്സിമം. അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് 1-2 കറികൾ അധികം ഉണ്ടെങ്കിൽ അപ്പോൾ ഇലയിൽ ഉണ്ണണം. ജോക്കുട്ടൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഇല അമ്മ എന്ന് പറഞ്ഞു. ഇല എടുത്ത് ഞാൻ ഈ 3-4 കൂട്ടം, 3-4 6 കൂട്ടം കറിയും ചാറും ഒക്കെ വിളമ്പി വെച്ചപ്പോൾ അവൻ പറയാണ് അവൻ അച്ചാർ മാത്രം മതിയെന്ന്. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഞാൻ പനിയല്ലേ എന്ന് കരുതി ഒന്നും പറഞ്ഞില്ല. കണ്ട അച്ചാർ മാത്രം മതി പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും തലയെ കാട്ടി. പിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ നിന്നില്ല, കാരണം വയ്യാത്തോടത്ത് നമ്മൾ ഒച്ചയെടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവരുടെ അസുഖം കൂടെ ഉള്ളൂ. അപ്പം ഞാൻ ചോറൊക്കെ അവന് വാരി കൊടുക്കുകയാണ്. അവൻ ചാറൊഴിച്ച ചോറ് കഴിക്കാൻ ഇച്ചിരി മടിയാണ്. പിന്നെ ഞാനിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അച്ചാർ മാത്രമാണ്, അച്ചാറും ചമ്മന്തിയും മാത്രമാണ് അവൻ കൂട്ടിയതിട്ട്. ചമ്മന്തി ആദ്യം കൂട്ടണ്ടായില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ കോളം കൂട്ടി. അപ്പം ഞാൻ ഇത്രയും കറികൾ ഞാൻ എന്നാലും ഇടയ്ക്ക് ഇത്തിരിയൊക്കെ എടുത്ത് കുഴച്ച് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ചോദിക്കും മോൻ ഇത് വേണോ, ഈ കറി വേണോ, തോരൻ വേണോ, പച്ചടി വേണോ, മെഴുക്ക് പുരട്ടി വേണോ. ഈ കടലയും തക്കാളിയൊക്കെ രാവിലത്തെ ആണ് കേട്ടോ ഞാൻ കാണിച്ചില്ലേ. അപ്പം അവനൊന്നും വേണ്ട, അവൻ അച്ചാറ് മാത്രം മതി. പിന്നെ കടലയും കൂട്ടിയായിരുന്നു. അപ്പം അവന് ചോറ് കൊടുത്ത് അതിൽ തന്നെ കുറച്ച് ചോറും കൂട്ടിയിട്ട് ഞാനും കഴിച്ചു. അപ്പം അതിനെക്കൂട്ടി വരുമ്പോൾ നമുക്ക് വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം അതിന് വേണ്ടി കുറച്ച് തേങ്ങയും 1 മുറി തേങ്ങയും കുറച്ച് ശർക്കരയും ചീകി എടുത്തിട്ടുണ്ട്. അത് ഏലക്കയാണ് ഇപ്പോൾ ഒന്ന് കല്ലിൽ കുത്തി പൊടിച്ചിട്ടത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും അതേപോലെ കുറച്ച് മൈദപ്പൊടി ഒരു മയം കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. മൈദപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ മൈദപ്പൊടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുള്ളത് അങ്ങ് ഇട്ടതാണ്. ഇട്ട ശേഷം നന്നായിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് എപ്പോഴും നമ്മൾ മധുര പലഹാരമാണ് ഉണ്ടാക്കണമെങ്കിലും കുറച്ച് ഉപ്പ് ഇടണം. അപ്പോൾ പായസത്തിനാണെങ്കിലും നമ്മൾ ഉപ്പിടുമ്പോഴല്ല ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവുക. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഈ സമയത്തൊക്കെ പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യാണ് കേട്ടോ. അതൊക്കെ നല്ല അസലായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് കുട്ടികളെ വിളിക്കാൻ പോണ നേരത്ത്, മോളെ വിളിക്കാൻ പോണ നേരത്ത് മഴ പെയ്തില്ല. അല്ലെങ്കിൽ ഈ ചുമയുള്ള കൊച്ചിനെയും കൊണ്ട് ഞാൻ മഴയത്ത് അവളെ വിളിക്കാൻ പോവേണ്ടി വന്നേനെ. അവളാണെങ്കിൽ കുട എടുത്തിട്ടുണ്ടായില്ല രാവിലെ സ്കൂളിൽ പോയപ്പോഴത്തേനും. അപ്പം അത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു അട ഉണ്ടാക്കാനുള്ള പാകത്തിനുള്ളൊരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കി എനിക്ക് നാവൊന്നും കുഴയണല്ലോ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കനം കുറച്ച് വെള്ളം നനച്ച് തൊട്ട് കൊടുത്ത് എല്ലാ ഇലയിലും വാഴല എടുത്തപ്പോഴത്തേനും ഞാൻ കുറച്ച് ഇലയും കൂടി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്ത് ഞാൻ എല്ലാ ഇലയിലും അങ്ങനെ കനം കുറച്ച് പരത്തണം. എനിക്കിങ്ങനെ താള് പോലെ കിടക്കണം കേട്ടോ, നല്ല ഇങ്ങനെ തളർന്ന് കിടക്കണം. എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ഒത്തിരി കട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാലും കഴിക്കാൻ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ തൃശ്ശൂർക്കാരൊക്കെ കിണ്ണത്തപ്പം കണ്ടിട്ടില്ല, ഇങ്ങനെ താള് പോലെ കിടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ എല്ലാ ഇലയിലും അങ്ങനെ അടപ്പരുവത്തിലൊക്കെ ആക്കി വെച്ചിട്ട് വെക്കുകയാണ്. നമ്മുടെ ഇടിയച്ചമ്മൻ എന്താ ഈ കളറൊന്നും ചോദിക്കണ്ട. കുറച്ച് നാൾ ഗ്യാസ് ലാഭിക്കാനുള്ള ഒരു തത്രപ്പാടിൽ ഞാൻ വിറകടുപ്പിലായിരുന്നു പാചകമൊക്കെ. അപ്പം അതിൻ്റെ ബാക്കി പത്രമാണ് ആ കാണുന്ന ഇഡലി പാത്രത്തിൽ കാണുന്ന കറുത്ത പാട്. അപ്പം ഞാൻ കരുതി ഈ ഒരു അതിൻ്റെ പരിപാടി കൂടി കഴിഞ്ഞിട്ട് തേച്ച് കഴുകി എടുക്കാമെന്ന്. വീട്ടിൽ നിൽക്കുമ്പോ സന്തോഷപ്പെട്ടെ അടിപൊളി ചില്ലായിട്ടുണ്ട്. ഇവിടെ ഇവരെന്ത് വാങ്ങി കുളിക്കാൻ വേണ്ടി മാത്രം പാല് പൊട്ടു തണുപ്പാണ്. അമ്മ ഇങ്ങനെ നിൽക്കണമ്മ ഒടിഞ്ഞു തെങ്ങിന്റെ ഭാഗ്യം കണ്ടാ.
തെങ്ങിന്റെ ഭാഗ്യമല്ല പരിസരത്തുള്ളവരുടെ ഭാഗ്യം. ഡ്രസ് മാറിപ്പോയി. അതന്നെ അടി കൊണ്ടോടെ പൊളിഞ്ഞിരിക്കണേ. അന്നക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയണം. അപ്പൊ പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്, നല്ല അസലായിട്ട് പെയ്യട്ടെ. അപ്പൊ ജോക്കുട്ടൻ ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയാനുട്ടോ. അവൻ ചായ വെക്കണ കഥയൊക്കെ എന്നോട് പറയും. നാളെ മുതൽ അവൻ ചായ വെക്കാന്ന് ഏറ്റിട്ടുണ്ട്, എന്താവോന്ന് അറിയില്ല. അപ്പൊ പിള്ളേർ പറയുമല്ലോ സിമ്പിളാണ് അമ്മ. ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എന്റെ അമ്മയുടെ വില എന്താന്ന് എനിക്ക് മനസ്സിലായത്. അത്ര ഉള്ളു ചായ വെക്കാൻ. നാളെ മുതൽ ചോക്കുട്ടൻ ചായ വെക്കോ? കുറച്ച് വെള്ളം എടുത്തിട്ട് തെളിപ്പിക്കാം. അത് ചൂടാകുമ്പോ കൊടുത്ത് ചായപ്പൊടി അരിട്ടിട്ട് കുറച്ചാകുമ്പോ കുറച്ച് പഞ്ചസാര. പാൽ ചായ കുടിക്കോ നീ? ഒരു ഗ്ലാസ് കുടിക്കാം. കുറച്ച് കൊടുക്കാട്ടോ. മുഖം മാറ്റി, ചൂട് ചായയാണ്. അട എടുത്തോ, ബിസ്ക്കറ്റൊക്കെ തരാം. പോ ആ മുറി കൊണ്ട് മേശപ്പുറത്ത് പോയി കേട്ടാ അമ്മ വരാം. അപ്പൊ ദാ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വ്ളോഗ് കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു ഫുൾ ഡേ, അതായത് ഒരു രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരേക്കുള്ള ഒരു വ്ളോഗ് നമുക്ക് ചെയ്യാട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്, ആ സമയത്തൊന്നും അത്ര സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പഴയ വ്ളോഗിലൊക്കെ കിടക്കുന്നുണ്ട്, മോർണിംഗ് ടു നൈറ്റ് റൊട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് അതേപോലെ പുതിയ വീഡിയോസും ചെയ്യാം. അപ്പൊ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് എങ്ങനെയാ, മഴയുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവരുത് കേട്ടോ. വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക്